അത് കൊള്ളാം. അവിഹിതം അവിഹിതം അവിഹിതമാണ് പ്രശ്നം. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ അവിഹിതം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഇറങ്ങിയ ഉടനെ അവിഹിത ബന്ധം അറിഞ്ഞ് ഭർത്താവ് ആത്മഹത്യ ചെയ്തു, യുവതി കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം. അതാണ് പ്രശ്നം. 6 വർഷമായിട്ട് ഒന്നിച്ച് താമസിക്കുവാന്നാ കേട്ടത്. ആള് ഗൾഫിലാണെന്ന് തോന്നുന്നു. ആ പെണ്ണിന്റെ മാനസികാവസ്ഥ ആരെങ്കിലും അറിയാൻ ശ്രമിച്ചോ? ആ പെണ്ണിന് പറയാനുള്ളത് കൂടി കേട്ടാലേ യാഥാർത്ഥ്യം അറിയാൻ കഴിയൂ. ഒരു ഭാഗം മാത്രം കേട്ട് കാര്യമില്ല. അത് തന്നെ അങ്ങനെയൊക്കെയാണ്. അയാൾക്ക് വേറെ പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നോ? ആ പോട്ടോർമ്മ, എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സെട്ട്. ചില പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷനെ കൊണ്ട് തൃപ്തി പേടാൻ പാടാണ്. ചില പെണ്ണുങ്ങൾക്കെല്ലാം മിക്ക പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റിയെന്നൊക്കെ വരത്തില്ല, മാറി മാറിയൊക്കെ വരാം. ചോയ്സ് ആണെന്നും പറഞ്ഞ് വെടിയെ സപ്പോർട്ട് ചെയ്ത് വേറെ വെടികൾ വരും. അത് അങ്ങനെ ഒരു കമന്റ്. എന്തൊക്കെ തന്നെ ആയാലും എന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവൾ പോയിട്ടുണ്ടെങ്കിൽ ഇവൾ ചില്ലറക്കാരിയല്ല. എന്തിനാണോ അവൻ മരിച്ചത്? അവളെ വെട്ടി അരിഞ്ഞിട്ട് ജയിലിൽ പോയിരുന്നെങ്കിൽ ഗവൺമെന്റ് ചിലവിൽ ജീവിക്കാമായിരുന്നു. ഒരു എഞ്ചുമാർ ഇങ്ങനത്തെ കമന്റൊക്കെ ഇടുവോ? ചില ഭർത്താക്കന്മാരുണ്ട് ഇതുപോലെ ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നു. ഇതെല്ലാം ഇവിടെ നടക്കും. ജീവിതം സ്വന്തമാണെന്ന് ഓർക്കുക. വെട്ടിക്കൊന്നാലും ഇതൊക്കെ തന്നെയല്ലേ? എന്തിനാടാ കൊന്നിട്ട്? ഇങ്ങനെ വരുമ്പോൾ ആത്മഹത്യയല്ല വേണ്ടത്, ജീവപര്യന്തം ജയിലിൽ കിടക്കാനുള്ള പ്ലാൻ നോക്കുക. അങ്ങനെ നേരെ തിരിച്ചു കൊന്നിട്ട് അകത്ത് പോയി കിടക്കണം. അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏത് കേസാണേലും ഏത് മനുഷ്യനാണേലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആത്മഹത്യ ചെയ്താൽ അതിനർത്ഥം അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ ആ പെണ്ണിനെ ഉപേക്ഷിക്കാനും, ആ കൊച്ചെന്ന് പറയുന്നത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പെണ്ണങ്ങ് പോയി എന്ന് പറയുക. ഭർത്താവ് ആത്മഹത്യ ചെയ്തു, കാരണം ഈ പെണ്ണിന് വേറെ റിലേഷൻ ഉണ്ട്, അവൾ അവൻ്റെ കൂടെ പോവുമോ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ. ഈ കുഞ്ഞ് ഇവർ രണ്ടുപേരുടെയും കൂടെ ആണല്ലോ. സ്വന്തം ജീവനോടും താല്പര്യമില്ല, തൻ്റെ കൊച്ചിനോടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രീതിയിലും അപ്പുറത്തേക്ക് നാളെ പിന്നെ കുറ്റമേ ഇല്ല. ആ പെണ്ണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആണാണ് ഇത് ചെയ്തെന്നെങ്കിൽ ഇതിനപ്പുറത്തെ പ്രശ്നമായിട്ട് ഇപ്പോൾ ആൾക്കാർ ഇറങ്ങിയാണ്. ഇപ്പോൾ ആണിൻ്റെ ഭാഗം കേൾക്കണ്ടേ, അത് ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നവരുടെ എണ്ണം കുറവായിരിക്കും. ഇത് പെണ്ണായതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ വേറെ രീതിയിൽ ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ആവശ്യമില്ല. ഇതാണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമല്ല. ആത്മഹത്യ ഒരാൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ സംഭവിച്ചത്? അയാളുടെ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച്, സ്വന്തം കൊച്ചിനെ ഉപേക്ഷിച്ച്, സ്വന്തം ജീവനും വേണ്ട. അപ്പോൾ ഇവളെങ്ങനെ, ഇവക്ക് എന്താ ഇത്ര കുഴപ്പം? ഞാൻ മരിച്ച് വേറെ ഏതൊക്കെ തരത്തിൽ ആൾക്കാർക്ക് മരിക്കുക ഇവിടെ? അല്ലെങ്കിൽ എന്താ ഇവിടെ അങ്ങ് ജീവിച്ചിരിക്കുവോ? പിന്നെ ഇവൻ അല്ലാത്തവരൊക്കെ ഇവിടെ അങ്ങ് നിൽക്കുക. അതുമല്ല, പിന്നെ ഇങ്ങനത്തെ ഒരു കേസിന് ശരി, അവന് ചിലപ്പോൾ എന്തൊക്കെയോ തോന്നലുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും, വളർന്നതും പഠിച്ചതും അറിഞ്ഞതും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ അറിവുകളൊക്കെ വെച്ചിട്ടാണല്ലോ ആൾക്കാർ തീരുമാനിക്കുന്നത് അവരുടെ ജീവിതം എങ്ങനെ ഇരിക്കും, അവരുടെ പ്ലാനുകൾ, അവർ വീട്. ഇപ്പോൾ അവസാനം അവർ പറയുന്നുണ്ട് ചെറുക്കിന് അവസാനം മാസം വരെ പൈസ അയച്ചു തന്നിട്ടുണ്ടെന്ന്. ആ പെണ്ണ് പക്ഷെ വളരെ കൂളായിട്ടാണ് നടക്കുന്നത്. അവർക്ക് അവനോട് ഭയങ്കര കലിപ്പുണ്ടെന്ന് തോന്നുന്നു. കൊച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൊച്ചിനോടും പുള്ളിക്കാർക്ക് താല്പര്യമില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതിന് അങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പോൾ നിർബന്ധിച്ച് കെട്ടിച്ചൊക്കെ ആയിരിക്കും എന്ന്. ഇത് അവരുടെ പഴയ ആവുനോ ഇനി പുതിയ ആവുനോ എന്തോ ആയിക്കോട്ടെ. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ശരിയാകത്തില്ല. ഈ ശരിയാകാത്തവർ ഇത് നേരത്തെ അറിയാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നേരത്തെ അറിഞ്ഞിട്ടും കാര്യമില്ല, പിടിച്ച് കെട്ടിക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരിങ്ങനെ കിടന്ന് കാണിക്കും. നമ്മൾ പിന്നെ എല്ലാം കല്യാണത്തിലും മാട്രിമോണിയൽ സൈറ്റിലും, ഇവരൊക്കെ പള്ളിയിലോ എവിടെയായിരിക്കും കല്യാണം കഴിച്ചത്? സ്വർഗത്തിലാണോ കല്യാണം നടന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കും. ഭയങ്കര കല്യാണക്കാരാ. വീട്ടുകാരൊക്കെ ചെന്ന് ആലോചിച്ച് അങ്ങ് ഈ കല്യാണം ആലോചിക്കാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമോ? ഇങ്ങനെ കല്യാണം ആലോചിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ ഒന്നും കുഴപ്പമില്ല. റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയത്. കല്യാണം ആലോചിക്കുക. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിക്കുന്നു. എന്താലോചിക്കുന്നു? കല്യാണം ആലോചിക്കുന്നു. കല്യാണം ആലോചിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഒരാൾ. ഒരു പെണ്ണിനെ പറ്റി ആലോചിക്കും, അവരുടെ വീടിനെ പറ്റി ആലോചിക്കും, പറമ്പിനെ പറ്റി ആലോചിക്കും, ജോലിയെ പറ്റി ആലോചിക്കും, ഭാവി ഉണ്ടാകാൻ പോകുന്ന സാധനങ്ങളെ പറ്റി, ബന്ധുക്കളെ പറ്റിയൊക്കെ ആലോചിക്കും, കുട്ടികളെ പറ്റി ആലോചിക്കും, വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കും, സ്കൂളിൽ വിടുന്നതിനെ പറ്റി ആലോചിക്കും, വാർദ്ധക്യത്തെ പറ്റി ആലോചിക്കും, മരിക്കുന്നതിനെ പറ്റി ആലോചിക്കും, മരിച്ചു കഴിഞ്ഞ് സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ പറ്റി ആലോചിക്കും, പിന്നെ സ്വർഗ്ഗത്തിൽ ആരാണ് ആദ്യം പോകുന്ന അയാൾ രണ്ടാമത്തെ ആളെ വെയിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും, അത് കഴിഞ്ഞ് കൊച്ചു വലുതാകുന്നതിനെ പറ്റി ആലോചിക്കും, കൊച്ചുണ്ടാകുന്നതിനെ പറ്റി ആലോചിക്കും. അല്ല, അതിന് മുമ്പ് കൊച്ചിനുണ്ടാകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് കൊച്ചുമക്കളെ കൂടെ കണ്ടിട്ട് അതിൻ്റെയും കൂടെ ജീവിതം തകർത്തതിന് ശേഷം നമ്മളിങ്ങനെ വയ്യാതെ കിടക്കുന്നു. അപ്പോൾ ചുറ്റും ആളൊക്കെ നിന്ന് ഇങ്ങനെ സന്തോഷിച്ച് ആശുപത്രിയിലെ കൊണ്ടിടുന്ന ഇങ്ങനെ അപ്പുറത്തേക്ക് ആളൊക്കെ നിൽക്കുന്നു, എല്ലാം ആലോചിച്ച്. അതല്ലേ ഈ കല്യാണാലോചന? അതിനാണോ ഈ കല്യാണം ആലോചിക്കുക എന്ന് പറയുന്നത്? അങ്ങനെ ആലോചിച്ചൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ് ഇതൊക്കെ. അല്ലാതെ ഇതൊരു ലവ് മാരേജ് ഒന്നും അല്ല, ഒരു അറേഞ്ച്ഡ്. എല്ലാം അറേഞ്ച്ഡ് ആണ് കേട്ടോ. എല്ലാം അറേഞ്ച്മെന്റ്സ്, മൊത്തം അറേഞ്ച്മെന്റ്സ്. കണ്ടിട്ടുണ്ട് അറേഞ്ച്മെന്റ്സ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പറാ. ചില്ലറ അറേഞ്ച്മെന്റ്സ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അറേഞ്ച്മെന്റ്. വേറെ ലോകത്തെങ്കിലും ഇത്ര അറേഞ്ച്മെന്റ് ഇല്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ ഒരു പരസ്യം വന്നപ്പോൾ എല്ലാവരും ഒരു കാമുകന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച പെണ്ണിനെ കണ്ടപ്പോൾ സ്വർണ്ണം മേടിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. എന്തിലാട്ടെ ഇത് എങ്ങനെ പോയാലും ഇനിയിപ്പോൾ അതല്ല, ഇത് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി, അവൻ എന്തോ കുഴപ്പക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ പെണ്ണ് പിന്നീട് പ്രശ്നം കാണിച്ചിട്ട് അത് അടുത്ത പ്രശ്നമായി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് കണ്ടറിയാന്ന്, ഇത് ഏതാണ്ട് അറേഞ്ച്ഡാ. മാട്രിമോണി സൈറ്റിൽ നിന്ന് കണ്ടതാണോ അതോ വല്ല പള്ളിയിൽ നിന്ന് അറേഞ്ച് ചെയ്താണോ, അമ്പലക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ബന്ധുക്കൾ തമ്മിൽ കണ്ടതിന്റെ പേരിൽ വല്ലതും ആണോ ഈ കല്യാണം നടന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ പെണ്ണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ശരിയാ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തേക്കാം എന്ന്, വിട്ടുവീഴ്ച നല്ല അങ്ങനെയൊക്കെ ബ്രേക്ക് ആയി, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവാം, ഇല്ലായിരുന്ന ആളായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ആളുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അയാളുടെ കൊച്ചിനോടൊക്കെ ഇയാൾക്ക് വിരോധം. ആ വീട്ടുകാരോട് എന്തോ പ്രശ്നമുണ്ട് ഇല്ലേ? ഇനി അതും അല്ലെങ്കിൽ ആ പെണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ആ പെണ്ണിന്റെ പ്രശ്നം നേരത്തെ പരിഹരിക്കേണ്ട ഈ വീട്ടുകാരുടെ ആ വീട്ടുകാരുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ പിന്നെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതല്ല, ഞാൻ ഈ പറയുന്ന പോലെ ആണെങ്കിൽ അവൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നു. അത് അവളവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ട, അവൾ വേറെ എന്തൊക്കെയോ കാണിക്കുന്നു, അവൾ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഇനി ഗൾഫിലാണ് ഭർത്താവെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ചിലരൊക്കെ കാണും. എപ്പോഴും ഒരാളുടെ പ്രസൻസ് വേണം, ഇൻറ്റിമസി വേണം, ലവ് ആൻഡ് അഫെക്ഷൻ ആൻഡ് സെക്ഷൽ ഇന്റർകോഴ്സ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് പറ്റി ആരോ ഇതുവഴിയൊക്കെ പോയി വല്ല ആപ്പിൽ വല്ലതും കയറി കാണും. അപ്പോൾ ആപ്പിനകത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരെ കാണുന്ന ആരോ വന്നു പോയി അതുവഴി ഇതുവഴി അങ്ങനെയൊക്കെ പോകും. ഇതൊക്കെ സംഭവിക്കും. അത് അറിയാത്തൊരു പാവം മനുഷ്യൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പാവമാണ്, അവൻ എന്താ പ്രശ്നം എനിക്കറിയില്ല, അവൻ എന്ത് കുഴപ്പമുണ്ട്, അവനല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് വേറെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇവൻ്റെലാണ് പൈസ ഉള്ളത്, ഇവർക്ക് ജോലിയില്ല, അവൻ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നു, കുടുംബം നോക്കുന്നു, വീണ്ടും ഫാമിലിയിലേക്ക് എത്തുകയാണ്. അതെല്ലാം കൂടെ അവൻ ഈ ഫാമിലിയാണെന്ന് പറഞ്ഞിരുന്ന കാലവും മാറിയെന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഫാമിലി എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ മൊത്തത്തിൽ പഴയ ഇവന്റെ തന്തേ തള്ളം കാണിച്ച ഫാമിലി ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ വലിയ പാടാ. അത്രയും വീട്, അത്രയും പരിസരം, അത്രയും സാഹചര്യം ഇതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പിന്നെ അതുപോലത്തെ ആളുകളും അല്ല. അന്നും ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യനുണ്ടാകാനുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ ഇടക്കാലത്തുണ്ടാകുന്ന ഒരു ചെറിയൊരു ട്രാൻസിഷൻ പീരീഡിൽ ഭയങ്കര ഫാമിലി ഊറ്റം കൊണ്ടുവന്ന സമയമുണ്ട്, അത് കഴിഞ്ഞു പോയി. അതിന് മുമ്പും ഇല്ല, ഇനി അത് ഒട്ടുണ്ടാകത്തുമില്ല. അപ്പോൾ ഇതിനകത്ത് പുള്ളി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനാണ്? ഭാര്യ, കുഞ്ഞ്, അപ്പൻ, അമ്മ ഇവരെല്ലാം കൂടി ഇവൻ ഗൾഫിൽ പോയി നിന്ന് പോറ്റി കെട്ടി കൂട്ടി ഉണ്ടാക്കി ഇനി എങ്ങനെ നിൽക്കാൻ പോവാന്ന്. അപ്പോൾ ഇതൊരു ചെറിയ സംഭവമാണ് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അവൻ്റെ ആവശ്യം എന്തുവാന്ന്? ഇവൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവന് ഫാമിലി ഉണ്ടാക്കാനാണ് ജീവിച്ചിരിക്കുന്നത്. അവൻ ഇപ്പോഴും 3-4 പേര് ബാക്കിയുണ്ട്. അപ്പനുണ്ട് ഫാമിലിയിൽ, അമ്മയുണ്ട് ഫാമിലിയിൽ, കുഞ്ഞുണ്ട് ഫാമിലിയിൽ, പിന്നെ ഒരു പെണ്ണല്ലേ ഇല്ലാത്തത്, അവനും ഉണ്ട്. ഈ ഒരു ആളെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ? അവനെ ആത്മഹത്യ ചെയ്യുന്നേ? അവിടെ ഒരു തോട്ട് പ്രോസസ്സിന് ഒരു പ്രശ്നമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആരെപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നോ അവിടെ നിന്ന് ആ അന്വേഷണം നിൽക്കുക. അങ്ങനെ പിന്നെ അന്വേഷിച്ചിട്ട് അത് അവൻ്റെ കുഴപ്പമാണോ ഇവളുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ ആ ഉത്തരവാദിത്വം ആരുടെയാണോ അയാളുടെ കുഴപ്പമാണ്. ആരാണ് ജീവൻ എടുക്കുന്നത്? ഇവളെ തല്ലിയൊന്നും കൊന്നല്ലോ അവൻ. അങ്ങനെയാണ് അവനെ ജയിലിൽ കൊണ്ടുപോകാൻ പറ്റും. ഇയാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തോ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? അന്നൊരു ADM മരിച്ചപ്പോൾ എല്ലാവരോടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ നെഞ്ചത്തോട് കയറുന്നുണ്ട്. അന്ന് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ആർക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു ഇവർ പറഞ്ഞതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അങ്ങനല്ല, അങ്ങനെ പറ്റത്തില്ല. ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന ഒരാൾ അത്രയും പൊസിഷനിൽ ഇരുന്നിട്ട് അയാൾക്ക് അറിയത്തില്ലെന്ന് എന്ത് ചെയ്യണമെന്ന്. ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആരോപണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അവരെന്തോ പറഞ്ഞതിന് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ തെളിയിക്കാനും ഒക്കെ സമയമുണ്ട്. അയാൾ അതാ തെളിയിക്കുന്ന സ്ഥലത്ത് ഏറ്റവും മേജർ പൊസിഷനിൽ ഇരുന്ന അതിന് തെളിയിച്ച് കഴിഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതിന് മുന്നേ ആരോപണം ഉണ്ടായപ്പോഴേ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ എന്തൊക്കെ മണ്ടത്തരം കാണിച്ചു വേണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഇതൊക്കെ വല്ലവൻ്റെ മണ്ടക്കിടാം. ഞാൻ ഭയങ്കര ഓവർ നല്ലവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. ഇനി ഓവർ നല്ലതായതുകൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അങ്ങനെ ഓവറായിട്ട് നല്ലതായിട്ടിരിക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അതല്ല ആത്മഹത്യയുടെ കാരണം. ആത്മഹത്യ ഉണ്ടാകുന്നതിനെ പറ്റി വിശദമായ പഠനം കേരളത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. ആരൊക്കെയാണ് ആത്മഹത്യക്ക് സാധ്യതയുള്ളവർ? എന്താണ് ഈ ആത്മഹത്യക്ക് കാരണം? ആത്മഹത്യ ഒരു രോഗമാണോ? എനിക്കിതൊരു അസുഖമായിട്ടാണ് തോന്നിയേക്കുന്നത്. എന്തോ ഒരു രോഗാവസ്ഥയാ അല്ലേ? ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? അതാര് വേറൊരാളാ, ബാക്കി എല്ലാവരും വേറെ ആൾക്കാരാന്ന്. പക്ഷേ ഇത് പോയാൽ എന്താ? അവർ പോട്ടെ. എന്താ ഈ 700 കോടി മനുഷ്യരുള്ള ഇന്ത്യ നിന്നുകൊണ്ടാണോ ഇവർ ആളില്ലെന്ന് പറയുന്നത്? പുറത്തോട്ടിറങ്ങി നടക്കടേ. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ എന്തോന്ന്. അത് കഴിഞ്ഞു.
കൊള്ളാവുന്ന വേറെ എത്രയോ മനുഷ്യർ കാണും. എല്ലാം വേണ്ട ഇത് കൊള്ളാമായിരുന്നു തന്നെ കരുതുക. ഇപ്പൊ ഇങ്ങനെയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഉള്ളതുപോലെ അല്ലല്ലോ ഇപ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളതുപോലെ അപ്പോൾ ആക്കുക അല്ലേ? എപ്പോഴെങ്കിലും. ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒക്കെ വരുമല്ലോ ഇല്ലേ? എല്ലാവർക്കും അനുഭവം ഉള്ളതല്ലേ? എല്ലാവരും അങ്ങ് ആത്മഹത്യ ചെയ്യായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ച് പോയി, കാണാനില്ല, കല്യാണം മുടങ്ങുന്നു, ആളില്ല, പിന്നെ കാമുകയെത്ത് പിന്നെ കാണുന്നില്ല, കാമുകനെ കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല, ഭർത്താവിന് മറ്റേ ബന്ധം മറച്ചു ബന്ധം, ഭാര്യയ്ക്ക്. ഇതൊക്കെ സ്ഥിരമല്ല. ഇത് എവിടെ ഇവിടെ ഇതല്ലാത്ത എന്ത് വാർത്ത ഇവനൊക്കെ കേട്ടെ? എനിക്കറിയത്തില്ല ഇവൻ ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരാൾ മരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്നൊക്കെ പറയായിരിക്കും, പക്ഷേ ആത്മഹത്യ ചെയ്താൽ പറയും. അല്ലാതെ എന്ത് തരത്തിൽ മരിച്ചാലും പറയത്തില്ല. അല്ല പിന്നെ വണ്ടി ഓടിച്ച് മറ്റേ ഡ്യൂക്ക് കൊണ്ട് ഇടിച്ച് മരിക്കണം. 120-140 km/h ഓടിച്ച് പോസ്റ്റേൽ ഇടിച്ച്, അത് പോസ്റ്റേൽ ഇടിച്ചാൽ പോരെ, വണ്ടിയിലൊക്കെ ഇടിച്ച് വേറൊരാളെ കൂടെ കൊല്ലുന്നവനെയൊക്കെ ചീത്ത വിളിക്കാൻ തോന്നും. അവരെയൊക്കെ ചീത്ത വിളിക്കുമല്ലോ ആൾക്കാർ. അത് ഒരു ആത്മഹത്യ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്ത പണിയാണ്. മരിക്കണമെന്നുള്ള ഉദ്ദേശമില്ലെങ്കിലും സ്വയം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവൻ ജീവിക്കാൻ വേണ്ടി ഇച്ചിരി സ്പീഡിൽ ഓടിച്ചതാടാ. ജീവിതത്തിലേക്ക് ആകുമ്പോൾ ഒരു ഫണ്ണ്, അത് എന്റർടൈൻമെന്റ്, മറ്റേ ഇതൊക്കെ വേണ്ടേ, അഡ്വഞ്ചർ ഒക്കെ വേണ്ടേ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എവിടെ ഓടിക്കാൻ പറ്റും? അപ്പൊ നേരെ റോഡിലോട്ട് ഇറങ്ങുന്നു, വണ്ടി ഓടിക്കുന്നു, ഇടിച്ച് കൊന്ന് ചത്ത്, അതിനെയും പറയാൻ പറ്റും. പിന്നെ ഈ അഹങ്കാരം കാണിക്കുന്ന, റോഡിൽ കിടന്നൊക്കെ അഭ്യാസം കാണിച്ച് ഭയങ്കര സ്പീഡിൽ, ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന ബസ് ഡ്രൈവേഴ്സിനൊക്കെ പ്രശ്നമുണ്ട്. അവർക്ക് മാനസികമായ പ്രശ്നം അത്. അവരെവിടെയോ മത്സരിക്കുക കിടന്നുണ്ട്. ഈ ബസ്സിനകത്തിന് ഇത്ര മത്സരിച്ചിട്ട് എന്താ കിട്ടുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാണെങ്കിൽ അത്ര മത്സരിക്കത്തില്ല ആരും. ഇവിടെ ഇന്ത്യയിലാണ് മത്സരം നടക്കുന്നത്, അതുകൂടെ ഓർത്തോണം. നിങ്ങൾ വല്ല ഒളിമ്പിക്സിനോ വല്ല വേൾഡ് കപ്പ് മറ്റേ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ എടുത്ത് പോയി മത്സരിക്കുക. എന്തെല്ലാം മത്സരങ്ങളുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കാൻ ആരുമില്ല ഇന്ത്യയിൽ. അവരെല്ലാം റോഡിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർടേക്കിങ്, കള്ളിക്കയറ്റം, ക്യൂവിലും ട്രെയിനിലും ഒക്കെ ഇടിച്ച് കോമ്പറ്റീഷൻ, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനുള്ള എൻവയൺമെന്റിൽ ജീവിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ഒളിമ്പിക്സിലൊന്നും പങ്കെടുക്കാൻ സമയം കിട്ടാറില്ല എന്നാണ് വിശദമായ എന്താ പറയുക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചില വൃത്തങ്ങൾ അറിയിച്ചത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്, നാസ അംഗീകരിച്ചത്, അങ്ങനെ പല പരിപാടികളുണ്ട്. നാസ നീ എന്നോട് സഹകരിച്ചാൽ ISRO ഞാൻ നിനക്ക് എഴുതി തരും. മറിച്ചാണെങ്കിൽ ഞങ്ങൾ റോക്കറ്റ് വിക്ഷേപിച്ച് നിന്നെ കളിയാക്കും. മനസ്സിലായോടെ നാസേ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ല ഇവിടെയൊക്കെ. ഞങ്ങൾ തേങ്ങ പൊട്ടിച്ച് പ്രതിഷേധിക്കും. ശാസ്ത്രജ്ഞനാണ് അത്രയും ശാസ്ത്രജ്ഞൻ. അത്രയും ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ആൾക്കാരുള്ള ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് ഒരു ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ആത്മഹത്യ വല്ല ആവശ്യമുണ്ടോ? ഇനി ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റി വെച്ചേക്ക്. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ എൻ്റെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ആളാണ്. 1,10,000 ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് എന്താണെന്നറിയത്തില്ല, പെട്ടെന്നൊരു ഓപ്ഷൻ ഇങ്ങനെ വരിക, ഒരു 10 ഓപ്ഷനെങ്കിലും ഉണ്ട്. അത് നമ്മളിങ്ങനെ എടുക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാനിത് നിങ്ങളെനിക്ക് തരണം, ഞാനിങ്ങനെ എടുക്കും. പിന്നെന്തായാലും പറഞ്ഞ് എടുക്കും, എനിക്കിത് എനിക്ക് ഓപ്ഷൻ വേണം അല്ലേ? എന്തൊക്കെ കേൾക്കണം. ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അതൊന്നും അറിഞ്ഞില്ലേടേ? എടാ മോഡി ഭരിക്കുന്ന ഇന്ത്യ. അവിടെ പിന്നെ ഇതൊക്കെ നടക്കേണ്ടേ ഉള്ളൂ. ഇതുപോലുള്ള ഫ്രീക്ക് കൊലപാതകം ആൻഡ് ആത്മഹത്യാസ് കൂടുന്ന ഒരു നാഡ്സ് ആണല്ലോ നമ്മുടെ നാഡ്സ്. അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കാം. ഇവിടെ ജനിച്ചു വളരുന്ന ഒരാൾക്ക്, എല്ലാ മനുഷ്യർക്കും ആത്മഹത്യക്ക് സാധ്യതയുണ്ട്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, സ്വത്തും പണവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാനം പിന്നെ ജനിക്കുമ്പോഴേ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയിലാണ് ജനിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് മാനം? 3ാം കിട പൗരൻ എന്ന് അറിയപ്പെടുന്ന ഏത് ലോകത്ത് എന്നാലും പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഇന്ത്യക്കാരൻ എന്തിനാണ് ഇവിടെ ഇതിനകത്ത് കിടന്ന് ഇത്ര അഭിമാനം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവർ ഭയങ്കരമായിട്ട് ഭയങ്കര ഇന്ത്യയാണ്, ഞാൻ ഭയങ്കര അഭിമാനിച്ച് ജീവിക്കുകയാണ്. എവിടെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് അപ്പുറത്തെ 4 വീട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ എളിഞ്ഞിരിക്കുന്നതാണ് ഇവന്റെ അഭിമാനം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ അത്രേ ഉള്ളൂ ഇവിടെ ഉള്ളവർ. അല്ലാതെ ഇവരിവിടെ കിടന്ന് ഏത് രാജ്യത്ത് കിടന്നാണേ ഈ വെട്ടുന്നേ? ഇതിനകത്തോ ജനസംഖ്യ അങ്ങോട്ട് കൂടി 700 കോടി, അല്ല 700 കോടി മനുഷ്യരിനകത്ത് 140-150 കോടിയൊക്കെ ആയി ഇവിടെ ഇരിക്കുന്നു. തീറ്റയില്ല, പട്ടിണി. അവിടെ കിടന്ന ആൾക്കാർ രോഗങ്ങളാൽ, ദുരിതങ്ങളാൽ, ശാരീരിക അസുഖങ്ങൾ, ഇപ്പൊ മാനസിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, പിന്നെന്തോ ബഹിരാകാശ പ്രശ്നങ്ങൾ, ഭൂമിയുടെ താഴോട്ടെന്ന് പറയുന്നതിന് എന്താ പറയുന്നത്, പാതാള പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പാതാളത്തിലേക്കൊക്കെ ചവിട്ടിത്താത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യത്ത് നിനക്ക് എന്തിനാണ് ഈ മാനക്കേട്? നീ ജനിച്ചതേ ഒരു മാനക്കേടാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എളുപ്പം ജീവിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ജീവിക്കാവൂ. ഒന്നിനും കൊള്ളാത്തവന്മാരായ, പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇത്തിരി വിദ്യാഭ്യാസ സമുദായത്തിൽ പഠിക്കുന്നു, ഈ മതവും ജാതിയും പറഞ്ഞ് നടക്കുന്നു. എവിടെ നോക്കിയാലും കരി, ഒരിടത്ത് കരി, എന്താരും ഒന്നും ഉണ്ടാക്കാത്തത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ റോഡിൽ ഇറങ്ങി നടന്നിട്ട് നിനക്കില്ലാന്നോ ഈ പ്രശ്നം? നിനക്കപ്പോൾ ആകെ പ്രശ്നം ഇതാണോ?
ഈ ലോകത്ത് ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് രാജ്യത്ത്, അതുപോലത്തെ ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ നിന്നവരല്ലാരും. അല്ലാതെ ഇവിടെ ആർക്കും പ്രശ്നമില്ലാത്തവരൊന്നുമല്ല. ഇനി ഒരു പ്രശ്നമില്ല. നിങ്ങൾ അലിൻ ജോസ് പെരേര ഡയറക്ടറിന്റെ വീഡിയോ കാണുന്നുണ്ടോ നീ? അവർക്കുള്ളത്രയും പ്രശ്നങ്ങൾ നിനക്കുണ്ടോ? എല്ലാ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ആറാട്ടനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനത് എടുക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ദിവസവും പ്രശ്നങ്ങൾ. അതിനിടയിൽ ഇതിനൊന്നും പുള്ളിക്ക് സമയമില്ല. മനസ്സിലായോ? ബിസി, അത്രയ്ക്ക് ബിസിയായ ആൾക്കാരോടുണ്ട്. ആരും ആത്മഹത്യ ചെയ്യുന്നില്ല. ഇനി ഞാൻ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതേ ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അവരെയൊക്കെ വിളിക്കുക ആദ്യം. എന്നിട്ട് അവരൊക്കെ എന്താ പറഞ്ഞെന്ന് നിൽക്കുക. പിന്നെ വെറുതെ സംസാരിക്കണം തോന്നി എന്നെ വിളിക്കാം. ലിസ്ണർ അജു എന്ന് പറഞ്ഞുകൊണ്ട് റെന്റ് എ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഒരു പ്രൊഫൈൽ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്ക് ആ പ്രൊഫൈലിൽ കയറി അതിനകത്ത് റിക്വസ്റ്റ് ഇട്ട ബേസിക് ചാർജ് കഴിയും കേട്ടോ, ഫീസ് ഉണ്ട്. ചുമ്മാ അങ്ങനെ സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. ഇവിടെ ഓരോരുത്തർ പലരോടും പോയി സംസാരിക്കുന്നുണ്ട്. അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടായപ്പോൾ കൗൺസിലിങ്ങിന് പോയി ഒരുപാട് പൈസ കൊടുത്തവരുണ്ട്. പലതരത്തിലുള്ള ആൾക്കാരുടെ എന്റർടൈൻമെന്റ് ഇതാണ്ട് അതിന് ഇതിനൊക്കെ കൊണ്ട് പൈസ കൊടുത്തവരുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാന്നേ എന്റർടൈൻമെന്റ്. ഓക്കെ, നിങ്ങൾ വിളിക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് വേണം നേരിട്ട് കാണാം. അതിന് വേറെ ചാർജ് ഉണ്ട് കേട്ടോ. കൂടെ നടന്ന് എത്ര മണിക്കൂർ വെച്ചാൽ മണിക്കൂറിന് ഫീസ് ഉണ്ട്. അല്ല ചുമ്മാ അത് ഫ്രീ ആയിട്ടുള്ളൊരു എന്റർടൈൻമെന്റ് അല്ല. മനസ്സിലായി? വീഡിയോ കാണുന്നതല്ല, അത് ഞാൻ തീർത്തും പറയാം. കാരണം ഞാൻ നിങ്ങളെ പറ്റിയൊക്കെ പഠിക്കും, മനസ്സിലായില്ലേ? പഠിച്ച് ഞാനൊരു മിടുക്കനാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ആപ്പുകളിൽ കൂടെ ഒക്കെ നടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പിന്നെ ഒരു കൊള്ളാവുന്ന ഫ്രണ്ട് എന്ന നിലയ്ക്ക് എനിക്കും ആകാം, എനിക്കും പറ്റും. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഡിപ്രഷനോ ആങ്സൈറ്റി മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷെ ആണുങ്ങൾക്ക് ഈ ഓഫർ ഇല്ല. എനിക്ക് ആണുങ്ങളോട് ഇടപെടാൻ പറ്റത്തില്ല. സ്ത്രീകളെ മാത്രമേ എന്റർടൈൻ ചെയ്യുന്നുള്ളൂ, അതും പൊതുസ്ഥലങ്ങളിൽ മാത്രം. ഒരിക്കലും ഒരു റൂമിനകത്ത് പ്രതീക്ഷിക്കരുത്. എനിക്ക് വയ്യ, പീഡന കേസിൽ പ്രതിയാവാം, നാളെ ഇവിടെ വന്നിട്ട് പറയും ഞാൻ പീഡിപ്പിച്ചത്. എനിക്ക് പീഡിപ്പിക്കാൻ പറ്റുന്ന ആളല്ല. എന്നെ പീഡിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. അതാണല്ലോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പീഡിപ്പിക്കാൻ പറ്റുന്നത്. അത് പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കടിച്ചു, മാന്തി, പിച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അല്ലാതെ റേപ്പ് ഒന്നും ഞാൻ ചെയ്യത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നോക്കിയിരുന്നു, ഇങ്ങനെ നോക്കി 14 സെക്കൻഡ് കഴിഞ്ഞു, അപ്പോഴും പീഡനമായി. അതെനിക്ക് പറ്റത്തില്ല. CCTV ഉള്ള ഏരിയകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ. ആണുങ്ങളെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്ന് വെച്ചാൽ ആണുങ്ങളുടെ പ്രശ്നം നമുക്കറിയാം. അതൊരു വേണം. നിങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ പോയി പെണ്ണുങ്ങളോട് സംസാരിക്കുക, പെണ്ണുങ്ങൾ വന്ന് ആണുങ്ങളോട് സംസാരിക്കുക. അപ്പം മനസ്സിലാവും അപ്പുറത്തിരിക്കുന്നവൻ എന്താ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ ആൾക്കാർ എന്തോ ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ പെണ്ണുങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ മാനസികാവസ്ഥ എനിക്കറിയത്തില്ല. ആണുങ്ങളുടെ മാനസികാവസ്ഥ അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ട്സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭർത്താവ് ചീറ്റ് ചെയ്യുന്നുണ്ടോ, കാമുക പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ഇടപെടണം, നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, അപ്പം നമ്മൾ ഇടപെടും. അല്ലാതെ എല്ലാം കഴിഞ്ഞ് അതും പറ്റും, പറ്റാത്ത കേസല്ല. ആ സമയത്ത് വേണം നമുക്ക് കുറച്ച് ബെറ്റർ ആക്കാൻ പറ്റുന്ന ചില ടാക്ടിക്സ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് ടെക്നിക്സ്, തെറാപ്പീസ്, മറ്റേ എന്താ പറയുക, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ ഇവർ പറയുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്ക് അതൊന്നും ടെക്നിക്കലി ടേംസ് ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വിളിച്ച് നോക്ക്. പലരുടെയും സംശയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മാറി. അവരുടെയൊക്കെ ടെസ്റ്റിമണീസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ആ പേജിൽ പോസ്റ്റ് ചെയ്യാം. ലിസ്ണർ അജു. ലിസ്ണർ ഇല്ല, ലിസൺ ചെയ്യും. ലിസണിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ഹിയറിംഗ്, ജസ്റ്റ് ഹിയറിംഗ് അല്ലത്. വെറുതെ കേട്ടോണ്ടിരിക്കുന്ന അല്ല ലിസണിംഗ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. മനസ്സിലായോ? അയ്യോ, കഴിഞ്ഞ ദിവസം 2 പിള്ളേർ വന്ന് സംസാരിച്ചിട്ടേ എന്നെ ഇങ്ങനെ കാണിച്ച് വാട്ട് ദ ഫക്ക് ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട്, കൊച്ചു പിള്ളേർ